എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. കോൺസെപ്ച്വലായിട്ടുള്ള ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഫെമിലറൈസേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയും കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. മാത്രമല്ല ഇത്തിരി ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്, ടഫർ സൈഡിലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അണുകേന്ദ്ര വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഭാരക്കൂടുതലുള്ള ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് രണ്ട് തുല്യഭാരമുള്ള ന്യൂക്ലിയസായി വിഭജിക്കുന്ന പ്രവർത്തനമാണ്. ശരിയാണോ? രണ്ട് ആറ്റം ബോംബ് പ്രവർത്തിക്കുന്നത് ഫിഷൻ അടിസ്ഥാനമാക്കിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണവ ബോംബുകളിൽ നടക്കുന്ന ഫിഷൻ നിയന്ത്രിത ഫിഷൻ റിയാക്ഷനാണ്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സാണ് ഇതൊക്കെ. ആണവ ബോംബുകളിൽ നടക്കുന്ന ഫിഷൻ നിയന്ത്രിത ഫിഷൻ, കൺട്രോൾഡ് ഫിഷൻ റിയാക്ഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫിഷൻ വഴിയാണ്. അപ്പോൾ ഫിഷനും ഫ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഒന്നുകൂടെ വായിക്കുക. അണുകേന്ദ്ര വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഭാരക്കൂടുതലുള്ള ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെ 2 തുല്യഭാരമുള്ള ന്യൂക്ലിയസുകളായിട്ട് വിഭജിക്കുന്ന പ്രവർത്തനമാണ്. രണ്ടാമത്തേത് ആറ്റം ബോംബ് പ്രവർത്തിക്കുന്ന ഫിഷൻ അടിസ്ഥാനമാക്കിയാണ്. ആണോ? ആറ്റം ബോംബ്. 3 ആണവ ബോംബുകളിൽ നടക്കുന്ന ഫിഷൻ നിയന്ത്രിത ഫിഷനാണ്. അതൊക്കെ ലോജിക്കലി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആണവ ബോംബുകളിൽ നടക്കുന്ന ഫിഷൻ നിയന്ത്രിത ഫിഷൻ റിയാക്ഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫിഷൻ വഴിയാണെന്നാണ്. അപ്പോൾ ഈ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. അണുകേന്ദ്ര വിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഭാരക്കൂടുതലുള്ള ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന പ്രവർത്തനമാണ്. അത് ശരിയാണ്. ഒരു ന്യൂക്ലിയസിനെ 2 തുല്യ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്ന ഭാഗങ്ങളായി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആറ്റം ബോംബ് പ്രവർത്തിക്കുന്നത് ഫിഷൻ റിയാക്ഷൻ അടിസ്ഥാനമാക്കിയാണ്. അതും ശരിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണവ ബോംബുകളിൽ നടക്കുന്ന ഫിഷൻ നിയന്ത്രിത ഫിഷൻ റിയാക്ഷനാണ്. നിയന്ത്രിത കീ വേർഡാണത്. അങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കൺട്രോൾഡ് ആണോ ആറ്റം ബോംബിൽ? ന്യൂക്ലിയർ റിയാക്ടർ പോലെയാണത്? അല്ല. കാരണം അതിൽ മോഡറേറ്റേഴ്സോ കൂളിംഗ് വാട്ടറോ ഒന്നുമില്ലാത്ത പരിപാടിയല്ലേ. അപ്പോൾ കൺട്രോൾഡ് ആണ് എന്ന് പറയുന്നത് ശരിയല്ല. ആണവ ബോംബുകളിൽ കൺട്രോൾഡ് ഫിഷൻ റിയാക്ഷൻ അല്ല, അനിയന്ത്രിത ഫിഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഫിഷൻ വഴിയാണ്. ആണോ? ഫ്യൂഷൻ വഴിയാണ്. ഫ്യൂഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഏത് റിയാക്ഷനാണ്? ഫ്യൂഷൻ റിയാക്ഷനാണ്, ഫിഷൻ അല്ല. അപ്പോൾ ഏതാണ് ശരി? 1ഉം 2ഉമാണ് ശരി. 3ഉം 4ഉം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അണുകേന്ദ്ര വിഘടനം എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഡെഫിനേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ആറ്റം ബോംബിൽ പ്രവർത്തിക്കുന്ന ഫിഷനാണെന്ന് പറഞ്ഞു. ആണവ ബോംബുകളിൽ അനിയന്ത്രിത ഫിഷൻ റിയാക്ഷനാണ്. സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫ്യൂഷനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം എന്ന് പറയുന്നത്. ടഫ് ചോദ്യങ്ങൾ എന്ന ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഫെമിലറൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നൊരു സെഷനാണ് ഈ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. നമുക്ക് നാളെ കാണാം.